സോ ഹലോ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംപ്ലക്സ് മെത്തേഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് സിംപ്ലക്സ് മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. സോ സിംപ്ലക്സ് മെത്തേഡ് എല്ലാവരും പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റിപ്പോയാൽ നമ്മുടെ മൊത്തം പ്രോബ്ലം തെറ്റിപ്പോകും. സോ അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് തന്നെ ചോദിക്കുക. സോ സിംപ്ലക്സ് മെത്തേഡിന് ഞാൻ പ്രോബ്ലം വെച്ചാണ് ഡിഫൈൻ ചെയ്തത്. സോ അതിന് മുമ്പ് കുറച്ച് തിയറി ഉണ്ടായിരുന്നു. ആ തിയറി നിങ്ങൾ വായിച്ച് നോക്കണം, കാരണം തിയറി ചിലപ്പം നമ്മുടെ എസ്എ പാർട്ടിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ ഓരോ ഡെഫിനിഷൻസും. സോ അത് തിയറി വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. സോ തിയറി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ആദ്യം പ്രോബ്ലം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. തിയറി ആദ്യം വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലാവാൻ വഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രോബ്ലം വെച്ച് പറഞ്ഞു തന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തിയറി വായിക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, സോ അത് ചെയ്യാതിരിക്കരുത്. എല്ലാവരും തന്നെ നോട്ട്സും സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ദിവസം സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, ആദ്യം തൊട്ട് വീണ്ടും എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്ന ഡേറ്റിന് തന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതി വെക്കാൻ പറയുന്നത്. ഓക്കെ, ഞാൻ അപ്പം പോർഷനിലേക്ക് കിടക്കാൻ പോവാണ്. സിംപ്ലക്സ് മെത്തേഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക്. എന്താണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഫിക്ഷ്യസ് വേരിയബിൾസ്, അതായത് ജസ്റ്റ് ഒരു ഇമാജിനറി വേരിയബിൾസ്. അതിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അവിടെ. എങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അവിടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ദേ ഹാവ് നോ ഫിസിക്കൽ മീനിങ്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം പ്രോബ്ലത്തിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം തെറ്റിപ്പോകും. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് വെൻ ദ കൺസ്ട്രെയിൻസ് ആർ ഓഫ് ടൈപ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ഈക്വൽ ടു. അതായത് നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കി, ഇവിടെ നമ്മുടെ ഈ രണ്ട് കൺസ്ട്രെയിൻസ് നോക്കി, 2x1 + 3x2 + x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ തന്നിരിക്കുന്നത്. സോ നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ നമ്മൾ എന്ത് എഴുതുന്നു? 2x1 + 3x2 + x3 - s1 പ്ലസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് a1. ഈ s1 എന്ന് പറയുന്നത് എന്താണ്? സർപ്ലസ് വേരിയബിൾസ് ആണ്. ഓക്കെ, നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ സ്ലാക്ക് വേരിയബിളിൻ്റെ കേസ് യൂസ് ചെയ്താണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളൊരു വേരിയബിൾ ആഡ് ചെയ്യും, ഒരു പ്ലസ് s1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആഡ് ചെയ്യും നമ്മുടെ ഈക്വാളിറ്റി ആക്കാൻ. അതാണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളൊരു വേരിയബിൾ സബ്സ്ട്രാക്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു സർപ്ലസ് വേരിയബിളാണ് ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട്. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കേസോ അല്ലെങ്കിൽ ഈക്വൽ ടുവിൻ്റെ കേസോ വരുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളായ a1 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നോക്കി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ കേസ് വരുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നത്. ഹിയർ s1 ഈസ് ദ സർപ്ലസ് വേരിയബിൾ ആൻഡ് a1 ഈസ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കി, 3x1 + x2 + 2x3 = 10. ഈക്വൽ ടു കേസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞു, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 3x1 + x2 + 2x3 + a2 = 6 എന്ന് തന്നിരിക്കുന്നത്. വേർ a2 ഈസ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. ഇനി ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. Constraints of some linear programming problem may have greater than or equal to signs. ചില കൺസ്ട്രെയിൻസ് ഏത് ഫോമിലായിരിക്കും? ഒന്നിലെ ഈക്വൽ ടു ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഇനീക്വാളിറ്റി ആയ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിലായിരിക്കും തരുന്നത്. ഇൻ സച്ച് പ്രോബ്ലംസ് ഈവൻ ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് സർപ്ലസ് വേരിയബിൾസ്, നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ സർപ്ലസ് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ദ സിംപ്ലക്സ് ടേബിൾ മേ നോട്ട് കണ്ടെയ്ൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അങ്ങനെയുള്ള കേസിൽ അതായത് സർപ്ലസ് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് സിംപ്ലക്സ് ടേബിളിനകത്ത് എന്താ വരാത്ത? ഐഡൻറ്റിറ്റി മെട്രിക്സ് ചിലപ്പോൾ വരത്തില്ല. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ ആഡ് ചെയ്യുന്നത്. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഏത് ഫോമിലായിരിക്കുന്നതെന്ന് അറിയാലോ, 1 0 0 0 1 0 0 0 1 ഈ ഒരു ഫോമിലാണ്. അപ്പോൾ നമ്മൾ സിംപ്ലക്സ് ടേബിൾ ചെയ്യുമ്പം അതായത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്തില്ല, വെറും സർപ്ലസ് വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ ഈ ഫോമിൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടാതെ വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നത്. To get identity matrix in the simplex table, we introduce artificial variable to all or some of the constraints as per requirement. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഒന്നില്ലെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസിലും അല്ലെങ്കിൽ നമ്മൾ ചില കൺസ്ട്രെയിൻസിലും അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യും. ബൈ ഇൻട്രൊഡ്യൂസിങ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വി ആർ ഏബിൾ ടു ഗെറ്റ് starting basic feasible
സൊല്യൂഷൻ. സോ നമ്മളെന്താ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. സോ അതാണ് ഞാൻ നിങ്ങളോട് തിയറി പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, this technique of LPP in which artificial variables are used for solving is known as artificial variable technique. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്ത് ചെയ്യുന്ന സിംപ്ലക്സ് മെത്തേഡിനെയാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക് എന്ന് പറയുന്നത്. ദ പ്രോബ്ലം ഈസ് സോൾവ് ബൈ അഡോപ്റ്റിംഗ് സിംപ്ലക്സ് പ്രൊസീജിയർ. സിംപ്ലക്സ് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ്, പ്രൊസീജിയറിന് വ്യത്യാസമൊന്നുമില്ല, ആ സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദ പ്രോബ്ലംസ് വെയർ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ് ക്യാൻ ബി സോൾവ് ബൈ ദ മെത്തേഡ് കോൾഡ് ബിഗ്ഗം മെത്തേഡ്. ബിഗ്ഗം മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് സോൾവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ബിഗ്ഗം മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Bigham method is a modified simplex method for solving LPP when a high penalty cost അല്ലെങ്കിൽ profit m has been assigned to the artificial variable in the objective function. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുന്ന ഒരു ഹൈ പെനാൽറ്റി കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എം എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എവിടെ കൊടുക്കുക? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ ബിഗ്ഗം മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബിഗ്ഗം മെത്തേഡ് എന്ന് പറയുന്നത് സിംപ്ലക്സ് മെത്തേഡിൻ്റെ ഒരു മോഡിഫൈഡ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. വെൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് വി ഇൻക്ലൂഡ് ദീസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻ ദ ബേസിസ് ബി. അപ്പോൾ നമ്മൾ സിംപ്ലക്സ് ടേബിളിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ബേസിസ് ബി എന്ന് പറയുന്ന ഒരു കോളം വരയ്ക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈ ബി എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദീസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഡ്രിവൺ ഔട്ട് ഇൻ ദ ഫസ്റ്റ് ഐട്രേഷൻ. ഫസ്റ്റ് ഐട്രേഷനിൽ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ കളയും. ഫോർ ദിസ് പർപ്പസ് ഈ അതായത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വി അസൈൻ എ വെരി ലാർജ് വാല്യൂ എം ടു ഈച്ച് ഓഫ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആസ് കോഎഫിഷ്യൻറ്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദ ക്വാണ്ടിറ്റി എം ഈസ് നോൺ ആസ് പെനാൽറ്റി. ഈ എമ്മിനെ എന്താ നമ്മൾ പറയുക? പെനാൽറ്റി എന്നാണ് പറയുക. നമ്മൾ ഇത് കൂടുതൽ ഈ തിയറി കൂടുതൽ ക്ലിയർ ആവും. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ക്ലിയർ ആവും. സോ പ്രോബ്ലത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇൻ മാക്സിമൈസേഷൻ കേസ് -m ആൻഡ് ഇൻ മിനിമൈസേഷൻ കേസ് +m ആർ അസൈൻ ടു ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആസ് ദെയർ കോഎഫിഷ്യൻറ്റ് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ ഞാൻ ഇനി അടുത്തത് ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, അതിനു മുമ്പ് ബിഗ്ഗം മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബിഗ്ഗം മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ടു മിനിമൈസേഷൻ പ്രോബ്ലംസ് ആസ് വെൽ ആസ് മാക്സിമൈസേഷൻ പ്രോബ്ലംസ്. രണ്ട് പ്രോബ്ലംസിലും ബിഗ്ഗം മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹൗ ടു ഐഡൻറ്റിഫൈ ഹയസ്റ്റ് വാല്യൂ ഫ്രം എക്സ്പ്രഷൻസ് കണ്ടെയ്നിങ് എം. അതായത് നമ്മൾ എം യൂസ് ചെയ്തിട്ടാണല്ലോ ബിഗ്ഗം മെത്തേഡ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമ്മൾ ഈ ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരും. 7 - 4m - 6m + 6 2/3 - 9m അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ അതിനകത്ത് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ചൂസ് ചെയ്യാനുള്ള കേസ് വരും. അങ്ങനെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ എമ്മിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുക. ഇതിനകത്ത് എമ്മിൻ്റെ കോഎഫിഷ്യൻറ്റ് -4, ഇവിടെ -6, ഇവിടെ -1. സോ ഈ കോഎഫിഷ്യൻറ്റുകളിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഏതാണ്? ഹയസ്റ്റ് നെഗറ്റീവ് -9 ആണല്ലോ. സോ 2/3 - 9m എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കി. സോൾവ് മിനിമൈസ് ഇത് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇത്രയും കൺസ്ട്രെയിൻസ്, ഇത് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്, ഇത് ഇത്രയും എന്താണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം പഠിക്കാം. ഓക്കെ, സോൾവ് മിനിമൈസ് z is equal to 5x1 plus 6x2 subject to the constraints 2x1 plus 5x2 greater than or equal to 1500, 3x1 plus x2 greater than or equal to 1200 and x1 and x2 is greater than or equal to 0. സോ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ഇനീക്വാളിറ്റീസിനെ എല്ലാം ഈക്വാളിറ്റി ആക്കണം. അതെങ്ങനെയാണ്? നമ്മൾ സർപ്ലസ് വേരിയബിൾസും ആർട്ടിഫിഷ്യൽ വേരിയബിൾസും ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ? സൈൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് രണ്ട് ഇക്വേഷനിലും കൊടുത്തിരിക്കുന്നത്. സോ കൺവേർട്ടിംഗ് കൺസ്ട്രെയിൻസ് ടു ഇക്വേഷൻസ് ബൈ ഇൻട്രൊഡ്യൂസിങ് സർപ്ലസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. സോ നോക്കിയാൽ ഈ ഇക്വേഷനെ 2x1 plus 5x2 minus s1 plus a1 which is equal to 1500 and 3x1 plus x2 minus s2 plus a2 which is equal to 1200. സോ ഈ ഇക്വേഷൻ നമ്മൾ ഇനീക്വാളിറ്റിയെ നമ്മൾ ഈക്വാളിറ്റി ആക്കി, സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിളും ആഡ് ചെയ്ത് നമ്മൾ ഈക്വാളിറ്റി ആക്കി. ഇനി നോക്കി, ഇതെന്ന് പറയുന്ന ഒരു മിനിമൈസേഷൻ പ്രോബ്ലമാണ്. മിനിമൈസേഷൻ z is equal to എന്നാണല്ലോ തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സോ കൺവേർട്ടിങ് ഇൻ ടു മാക്സിമൈസേഷൻ, ഇതിനെ മാക്സിമൈസേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ബൈ ചേഞ്ചിങ് ദ സൈൻ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ സൈനിനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ മിനിമൈസേഷനെ എന്താക്കും? മാക്സിമൈസേഷൻ ആക്കും. സോ നമ്മൾ ഇസഡിനെ സൈൻ ചേഞ്ച് ചെയ്യുമ്പം
ഇസഡ് ഡാഷ് എന്ന് വിളിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ -5x1, ഇതിൻ്റെ സൈൻ ചെയ്യുമ്പോൾ -6x2 പ്ലസ് നമ്മുടെ സർപ്ലസ് വേരിയബിൾസ് ആഡ് ചെയ്തു 0s1 പ്ലസ് 0s2. ഇനി നമ്മൾ എന്താ ആഡ് ചെയ്തത്, നമ്മുടെ എം എന്ന് പറഞ്ഞ പെനാൽറ്റി ആർട്ടിഫിഷ്യൽ വേരിയബിളിൻ്റെ കൂടെ ചേർത്തു, -ma1 -ma2. അതായത് നോക്കി S1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ, കോഎഫിഷ്യൻ്റ് ഓഫ് സർപ്ലസ് വേരിയബിൾസ് എന്ന് പറയുന്നത് 0യും ആൻഡ് ദാറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -m. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലക്സ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. സോ സിംപ്ലക്സ് ടേബിളിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത്, ബി എന്ന് പറയുന്ന ബേസിസ് വേണം, CB വേണം, XB വേണം, പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേരിയബിൾസ് ഉണ്ടോ അതെല്ലാം ഉണ്ട്, x1 x2 s1 s2 a1 a2 ഇത്രയും ആണ് നമ്മൾ വേണ്ടത്. സോ ബി എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്, നമ്മൾ തിയറിക്കകത്ത് പറഞ്ഞിരുന്നു ബി എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ബിക്കകത്ത്. സോ നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എന്തൊക്കെയാണ്, നമ്മൾ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്ന a1 a2 അത് കൊടുത്തു. ഇനി CB എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന ബേസിസിൻ്റെ കോഎഫിഷ്യൻ്റ്, എവിടെയുള്ള കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിച്ച ഇസഡ് ഡാഷിനകത്തുള്ള കോഎഫിഷ്യൻ്റ് അതെന്താണ്, a1ൻ്റെ കോഎഫിഷ്യൻ്റ് -m, a2ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -m. ഇനി XB എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്, അതാണ് ഇവിടെ XB എഴുതുക 1500 1200. ഇനി x1 എന്ന് പറയുന്നത് എന്താ, x1ൻ്റെ കോഎഫിഷ്യൻ്റ് 2 3 എന്ന് എഴുതി, x2ൻ്റെ കോഎഫിഷ്യൻ്റ് 5ഉം 1ഉം, s1ൻ്റെ കോഎഫിഷ്യൻ്റ് -1, സെക്കൻഡ് ഇക്വേഷൻ s1 ഇല്ലല്ലോ, സോ 0 അവിടെ 0. പിന്നെ s2ൻ്റെ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ, s2 ഇല്ല, സോ 0, s2 സെക്കൻഡ് ഇക്വേഷനിൽ -1, a1 എന്ന് പറയുന്നത് 1, സെക്കൻഡ് ഇക്വേഷനിൽ a1 ഉണ്ടോ ഇല്ല, സോ അത് 0, ഫസ്റ്റ് ഇക്വേഷനിൽ a2 ഇല്ലാത്തതുകൊണ്ട് അത് 0, ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ a2 എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് 1. സോ അങ്ങനെയാണ് നമ്മൾ ഇത് ഇത്രയും എഴുതിയത്. ഇനി നമ്മൾ എഴുതുന്നത് എന്താ, ZJ എഴുതണം. ZJ എപ്പോഴും XBയുടെ താഴെയായിരിക്കും ZJ എഴുതുക. നമ്മൾ സിംപ്ലക്സ് ടേബിൾ ചെയ്ത പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് വന്ന വ്യത്യാസം എന്ന് പറയുന്നത് a1ഉം a2ഉം m വന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. സോ ZJ എന്താണ്, ZJ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, -m×2 പ്ലസ് -m×3 ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. നെക്സ്റ്റ് -m×5 പ്ലസ് -m×1 ചെയ്യുമ്പോൾ നമുക്ക് -6m കിട്ടും. ഇനി -m×-1 പ്ലസ് -m×0 ചെയ്യുമ്പോൾ m കിട്ടും. അതുപോലെ തന്നെ അടുത്ത് ചെയ്യുമ്പം ഈ റോസിലുള്ള വാല്യൂസ് കിട്ടും. ഇനി CJ എന്താണ്, CJ എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് ഡാഷിലെ കോഎഫിഷ്യൻസ്, അതായത് -5 -6 0 0 -m. ഇനി നമ്മൾ ΔJ കണ്ടുപിടിക്കുക. ΔJ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ZJ മൈനസ് CJ ചെയ്യുമ്പോൾ നമുക്ക് ΔJ കണ്ടുപിടിക്കാം. സോ ZJ മൈനസ് CJ ചെയ്യുമ്പോൾ നമുക്ക് -5m + 5 -6m + 6 പിന്നെ m 0 0. ഓക്കെ, ΔJ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ പറഞ്ഞല്ലോ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, ഈ രീതിയിലാണ് നമ്മൾ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് എമ്മിൻ്റെ കോഎഫിഷ്യൻസ് ഏതാണെന്ന് നോക്കുക, അതിനകത്ത് ഹയസ്റ്റ് നെഗറ്റീവ് വരുന്നത് എവിടെയാണെന്ന് നോക്കുക, ആ വരുന്ന പാർട്ടാണ് നമ്മുടെ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ എമ്മിൻ്റെ കോഎഫിഷ്യൻസ് നോക്കിയാൽ -5m -6m ആണ്. സോ ഇതിനകത്ത് ഹയസ്റ്റ് വരുന്ന ഏതാണ്, -6m ആണല്ലോ. സോ അത് നമ്മൾ എടുക്കുക. അപ്പം നമ്മുടെ x2 എന്ന് പറയുന്ന വേരിയബിൾ ഇൻകമ്മിങ് വേരിയബിൾ ആയി. ഓക്കെ, സോ നമ്മൾ തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, XB ബൈ ഈ x2 ആണല്ലോ ഇനി നമ്മുടെ ഇൻകമ്മിങ് വേരിയബിൾ. സോ നമ്മൾ തീറ്റ കണ്ടുപിടിക്കുക XB ബൈ x2, അതായത് 1500 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 300 കിട്ടും. 1200 ഡിവൈഡ് ബൈ 1 ചെയ്യുമ്പോൾ 1200 തന്നെ കിട്ടും. ഇനി ഇതിനകത്ത് ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഏതാണ്, ഏറ്റവും ചെറിയ വാല്യൂ ആണ് നോക്കേണ്ടത്. പോസിറ്റീവ്സിലെ ഏറ്റവും ചെറിയ വാല്യൂ അത് 300 ആണ്. സോ നമ്മൾ 300നെ എടുത്തു. അതായത് a1 300 എവിടെയാണ് വരുന്നത്, ബേസിസ് B a1ൻ്റെ കേസിലാണ് വരുന്നത്. സോ നമ്മുടെ a1 എന്ന് പറയുന്നത് എന്തായി, ഔട്ട് ഗോയിങ് വെക്ടറായി. സോ a1 പോവും, x1 കയറും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറും ഇവിടെ വരുന്ന ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂവും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുന്നത് എവിടെയാണ്, ഈ 5 എന്ന് പറയുന്ന വേരിയബിൾ, അതായത് വാല്യൂവിലാണ്. 5 എന്ന് പറയുന്നതാണ് നമ്മുടെ കീ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സിംപ്ലക്സ് ടേബിൾ ചെയ്ത പോലെ തന്നെ ഈ 5നെ നമ്മൾ 1 ആക്കുക. ഈ 5നെ 1 ആക്കണമെങ്കിൽ നമ്മൾ ഈ റോ ഫുൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് വരുന്നത്, x2 കയറുവാണ്, a1 പോവാണ്. സോ നമ്മുടെ x2 ഇവിടെ എഴുതും, a2 അങ്ങനെ തന്നെ എഴുതും. x2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ ഇവിടെ, -6, അത് ഇവിടെ എഴുതി. a2ൻ്റെ കോഎഫിഷ്യൻ്റ് -m,
ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഇത്രയും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യും. ഈ കീ എലമെൻറ്റിനെ 1 ആക്കാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 1500 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 300, 2 ഡിവൈഡ് ബൈ 5 വരും, 5 ഡിവൈഡ് ബൈ 5 1 വരും, -1 ഡിവൈഡ് ബൈ 5 വരും, 0. ഇനി വരുന്നത് നമ്മുടെ ഈ A1 എന്ന് പറയുന്ന കോളം നമ്മൾ എടുക്കില്ല. കാരണം എന്താ, A1 എന്ന് പറയുന്ന ഔട്ട് ഗോയിങ് വെക്ടറായി. സോ അടുത്ത് നമ്മൾ A1 കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമ്മളത് ആദ്യം തിയറി പാർട്ടിനകത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ എന്താ A1 A2 നമ്മൾ ഇഗ്നോർ ചെയ്യുമെന്ന് ഐട്രേഷനിൽ ഇല്ല, നമ്മൾ പറഞ്ഞില്ലേ. സോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഐട്രേഷനിൽ നമ്മൾ എന്താ A1ൻ്റെ കോളം ചെയ്യത്തില്ല. കാരണം A1 എന്ന് പറയുന്നത് A1 മാറി അവിടെ X2 വന്നു. സോ നമ്മൾ A1 കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കീ എലമെൻറ്റിനെ നമ്മൾ 1 ആക്കി. ഇനി ആ 1 എന്ന് പറയുന്ന ആ എലമെൻറ്റിൻ്റെ കോളത്തിൽ വരുന്ന എലമെൻസിനെ നമ്മൾ 0 ആക്കുക. ഓക്കെ, ഇവിടെ 1 ആണല്ലോ വന്നിട്ട്. സോ ഈ 1നെ നമ്മൾ 0 ആക്കുക. ഇപ്പം നമുക്കിവിടെ 2 ഇക്വേഷൻസ് തന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 3 ഇക്വേഷനാണ് വന്നിരുന്നെങ്കിൽ ഇവിടെ 1ഉം ഒക്കെ അല്ലെ വേറെ ഏതെങ്കിലും നമ്പേഴ്സൊക്കെ വന്നേനെ. സോ ആ കോളത്തിനെ നമ്മൾ എന്താക്കണം, 0 ആക്കണം. സോ ഈ 1നെ നമ്മൾ 0 ആക്കുക. ഈ 1നെ 0 ആക്കണേ നമ്മൾ എന്താ ചെയ്യണേ, റോ ട്രാൻസ്ഫോർമേഷൻ, മെട്രിക്സിലെ റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് അത് നമ്മളിവിടെ യൂസ് ചെയ്യുക. അതായത് ദിസ് റോ മൈനസ് ദിസ് റോ ചെയ്യുമ്പോൾ നമുക്ക് ഈ എലമെൻറ്റിനെ 0 ആക്കാമല്ലോ. നോക്കിയേ, 300 മൈനസ് 1200 ചെയ്യുമ്പോൾ നമുക്ക് 900 കിട്ടും. 2/5 മൈനസ് 3/5 ചെയ്യുമ്പോൾ 13/5 കിട്ടും. ആൻഡ് 1 - 1 ചെയ്യുമ്പോൾ 0, -1/5 മൈനസ് 0 ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ഓരോന്നും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു റോ കിട്ടും. അതാണ് ഈ റോ എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ ഫസ്റ്റ് ഐട്രേഷൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യുക. നോക്കി, നമ്മൾ എപ്പോഴാണ് ഈ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഈ ഡെൽറ്റ ജെയുടെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് വരുമ്പോഴാണ് നമ്മൾ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നോക്കി നെഗറ്റീവ് വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകേണ്ടി വന്നത്. സോ അടുത്ത ഐട്രേഷൻ ചെയ്യുക. നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് കീ എലമെൻറ്റ് കിട്ടും. ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂയും ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂയും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുന്ന നമുക്ക് ഇവിടെ ഒരു കീ എലമെൻറ്റ് കിട്ടും. ഇതിനെ 1 ആക്കുക. 1 ആക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളത്തിലെ എലമെൻസിനെല്ലാം 0 ആക്കുക. അതുപോലെ തന്നെ നമ്മളങ്ങ് കണ്ടിന്യൂ ചെയ്തു പോവുക. എവിടം വരെ ഡെൽറ്റ ജെ പോസിറ്റീവ് ആകുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. സോ ഇവിടെ നോക്കിയാൽ ഡെൽറ്റ ജെ നമ്മൾ നെക്സ്റ്റ് ഐട്രേഷൻ വന്നപ്പോഴത്തേക്കും ഡെൽറ്റ ജെ എല്ലാം പോസിറ്റീവ് ആയല്ലോ. സോ നമ്മൾ ഐട്രേഷൻ കൊണ്ട് ഇവിടെ നിർത്തി. സോ നോ ഡെൽറ്റ ജെ ഈസ് നെഗറ്റീവ്, ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. ഡെൽറ്റ ജെ നെഗറ്റീവ് ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് പറയാം, ഒപ്റ്റിമം ആണെന്ന് പറയാം. ദെർഫോർ x1ൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, x1ൻ്റെ വാല്യൂ അത് കോഎഫിഷ്യൻ്റ് അല്ലേ. x1ൻ്റെ വാല്യൂ 4500 ഡിവൈഡ് ബൈ 13ഉം x2ൻ്റെ വാല്യൂ 2100 ഡിവൈഡ് ബൈ 13ഉം ആണ്. സോ അത് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏറ്റവും ആദ്യം കൊടുത്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിഗ് എം മെത്തേഡ് എന്ന് പറയുന്നത്. ബിഗ് എം മെത്തേഡിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസും അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ എം എന്ന് പറയുന്ന ഒരു പുതിയ ടേമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ ബിഗ് എം മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. സോ ബാക്കിയെല്ലാം നമ്മൾ സിംപ്ലെക്സ് മെത്തേഡ് ചെയ്ത പോലെ സെയിം പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ബിഗ് എം മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നോട്ടിലേക്ക് എഴുതുമ്പോൾ പഠിച്ചുകൊണ്ട് എഴുതിയാലേ മനസ്സിലാവുള്ളൂ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റിപ്പോയാൽ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ തെറ്റുന്ന ചാൻസ് വരുന്നത്. സോ അതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഒത്തിരി ചെയ്താലേ ഇത് പഠിക്കുകയുള്ളൂ. ഞാൻ വേറെ കുറേ പ്രോബ്ലംസിൻ്റെ PDFs കൂടെ അയച്ചു തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.